ഗുരുകുലത്തിന്റെ ക്ലാസുകൾ ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തൂ. എല്ലാവർക്കും ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ. നമുക്ക് ഇന്ന് സൺഡേ എല്ലാ ആഴ്ചകളിലെയും പോലെ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വാർത്തകൾ ഓർഗനൈസ് ചെയ്ത് നോക്കാം. സെപ്റ്റംബർ 23 സെപ്റ്റംബർ 28 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വാർത്തകൾ. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നമ്മുടെ ഡെയിലി ക്ലാസ്സുകൾ കിട്ടുന്നില്ലെങ്കിൽ അത് യൂട്യൂബിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലമാണ്. അത് സോൾവ് ചെയ്തതിനായിട്ട് ക്ലാസ്സുകൾ കാണുമ്പോൾ ഒന്നുകിൽ ലൈക്ക് ചെയ്യാനോ ഇഷ്ടപ്പെട്ടിൽ ഡിസ്ലൈക്ക് ചെയ്യുവാനോ ക്ലാസ്സുകളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനോ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ യൂട്യൂബിന് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും നിങ്ങളൊരു ചാനൽ സീരിയസ് ആയിട്ട് കാണുന്ന വ്യക്തിയാണെന്ന്. അതിലൂടെ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനുമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും ശ്രമിക്കുക. സോ ഇനിയൊക്കെ നേരെ ക്ലാസ്സുകളിലേക്ക് പോകാം. നമുക്ക് ആദ്യം പോയ വാരത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പ്രത്യേകതകൾ നോക്കാം. സെപ്റ്റംബർ 23 മുതൽ സെപ്റ്റംബർ 28 വരെയുള്ള ദിവസങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നോക്കാം. സെപ്റ്റംബർ 25 ദേശീയ അന്ത്യോദയ ഡേ. സെപ്റ്റംബർ 25 ദേശീയ അന്ത്യോദയ ഡേ. നാഷണൽ അന്ത്യോദയ ദിവസമായിട്ട് ആചരിക്കുന്നത് നമ്മൾ സെപ്റ്റംബർ 25. നാഷണൽ അന്ത്യോദയ ദിവസ് സെപ്റ്റംബർ 25. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 25 നമ്മൾ അന്ത്യോദയ ദിവസമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. സെപ്റ്റംബർ 25 അന്ത്യോദയ ദിവസ്. സെപ്റ്റംബർ 26 നാഷണൽ ഡെഫ് ഡേ. ദേശീയ ബധിര ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 26. സെപ്റ്റംബർ 26 നാഷണൽ ഡെഫ് ഡേ. സെപ്റ്റംബർ 27 ടൂറിസം ഡേ. വേൾഡ് ടൂറിസം ഡേ ആണ് സെപ്റ്റംബർ 27. വേൾഡ് ടൂറിസം ഡേ സെപ്റ്റംബർ 27. അപ്പോൾ ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ദിവസങ്ങൾ? സെപ്റ്റംബർ 25 അന്ത്യോദയ ദിവസ്. സെപ്റ്റംബർ 26 നാഷണൽ ഡെഫ് ഡേ അല്ലെങ്കിൽ ദേശീയ ബധിര ദിനം. സെപ്റ്റംബർ 27 അന്താരാഷ്ട്ര ടൂറിസം ദിനം. വേൾഡ് ടൂറിസം ഡേ സെപ്റ്റംബർ 27. ഇനി നമുക്ക് പോയ വാരത്തിലെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ അന്തർദേശീയ വാർത്തകളെക്കുറിച്ച് നോക്കാം. അന്താരാഷ്ട്ര ബിസിനസ് കോൺഫറൻസായ മഹാബിസ് 2018 വേദി ദുബായിയാണ്. അന്താരാഷ്ട്ര ബിസിനസ് കോൺഫറൻസായ മഹാബിസ് 2018 വേദി ദുബായിയാണ്. ഇന്ത്യയുടെ സഹായത്തോടു കൂടി മഹാത്മാഗാന്ധി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ MGICC നിലവിൽ വരാൻ പോകുന്ന നഗരം റിപ്പബ്ലിക് ഓഫ് നൈജറിലെ നയാമിയാണ്. നയാമി NIAMBY. 2022 കൂടി കടുവകളുടെ അംഗസംഖ്യ ഇരട്ടിയാക്കാൻ തീരുമാനിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം നേപ്പാളാണ്. 2022 കൂടി കടുവകളുടെ അംഗസംഖ്യ ഇരട്ടിയാക്കാൻ തീരുമാനിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം നേപ്പാളാണ്. മാൽദീവ്സിൻ്റെ പുതിയ പ്രസിഡന്റായിട്ട് ഇബ്രാഹിം മുഹമ്മദ് സോലി ചുമതലയേറ്റു. മാൽദീവ്സിൻ്റെ പുതിയ പ്രസിഡന്റായിട്ട് ഇബ്രാഹിം മുഹമ്മദ് സോലി ചുമതലയേറ്റു. അബ്ദുള്ള യമീനിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. അബ്ദുള്ള യമീനിനെ പരാജയപ്പെടുത്തിയാണ് നമ്മുടെ ഇബ്രാഹിം മുഹമ്മദ് സോലി മാലിദ്വീപിൻ്റെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത്. ഇബ്രാഹിം മുഹമ്മദ് സോലി. 2019-2028 നെൽസൺ മണ്ടേല ഡെക്കേഡ് ഓഫ് പീസായിട്ട് UN പ്രഖ്യാപിച്ചു. 2019-2028 നെൽസൺ മണ്ടേല ഡെക്കേഡ് ഓഫ് പീസായിട്ട് UN പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി എന്ന് സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ കണ്ടെത്തിയ വംശനാശം സംഭവിച്ച പക്ഷികളാണ് വൊറോംബെ ടൈറ്റൻ. വൊറോംബെ ടൈറ്റൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി എന്ന് സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ കണ്ടെത്തിയ വംശനാശം സംഭവിച്ച പക്ഷികൾ. വൊറോംബെ ടൈറ്റൻ. VOROMBE ടൈറ്റൻ. വൊറോംബെ ടൈറ്റൻ. ഫേസ്ബുക്കിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ഡേറ്റാ സെൻറ്റർ നിലവിൽ വരാൻ പോകുന്ന രാജ്യം സിംഗപ്പൂരാണ്. ഫേസ്ബുക്കിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ഡേറ്റാ സെൻറ്റർ നിലവിൽ വരാൻ പോകുന്നത് സിംഗപ്പൂരിലാണ്. ദി ലാൻഡ്സെറ്റിൻ്റെ 2016 റിപ്പോർട്ട് അനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 158-ാമതാണ്. ഏത് റാങ്ക് ലിസ്റ്റിലാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഇന്ത്യക്ക് 158 റാങ്കാണുള്ളത്. ഈ പഠനം നടത്തിയത് ആരാണ്? ദ ലാൻഡ്സെറ്റിൻ്റെ 2016 റിപ്പോർട്ട് അനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയറിൽ ഇന്ത്യക്ക് 158 സ്ഥാനമുള്ളത്. അതിൽ ഒന്നാം സ്ഥാനക്കാണ്. ഒന്നാം സ്ഥാനം ഫിൻലാൻഡാണ്. ഇന്ത്യ 158 റാങ്ക്. 2018 25ാമത് വാർഷികം ആഘോഷിച്ച ഇസ്രായേൽ പലസ്തീൻ കരാറാണ് ഓസ്ലോ കരാർ.
2018 25-ാം വാർഷികം ആഘോഷിച്ച ഇസ്രയേൽ പലസ്തീൻ കരാറാണ് ഓസ്ലോ കരാർ. ഇത് നിലവിൽ വന്നത് 1993-ലാണ്. 1993-ലാണ് ഓസ്ലോ കരാർ നിലവിൽ വരുന്നത്. ഓസ്ലോ എന്ന് പറയുന്നത് നോർവേയുടെ തലസ്ഥാനമാണ്. പലസ്തീൻ രൂപീകരണത്തിന് വഴിവെച്ച കരാറായിരുന്നു ഓസ്ലോ കരാർ. ഈ ഓസ്ലോ കരാർ അല്ലെങ്കിൽ ഇതിനുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയത് നോർവേയുടെ ക്യാപിറ്റലായിട്ടുള്ള ഓസ്ലോയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഇതിനെ ഓസ്ലോ കരാർ എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 1993. അതുപ്രകാരം 2018 അത് നിലവിൽ വന്നിട്ട് 25 വർഷം തികഞ്ഞു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിങ്ടണിൽ വെച്ചാണ് ഇത് ഒപ്പുവെച്ചത്. ഒപ്പുവെച്ചു. അപ്പോൾ പലസ്തീൻ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഓസ്ലോ കരാർ ഒപ്പുവെച്ചിട്ട് 2018 25 വർഷം തികഞ്ഞു. ഇത്രയുമായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ന്യൂസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വാർത്തകൾ. ഇതിലേക്ക് പോയ വാരത്തിലെ ഈ ദിവസങ്ങളിലെ സെപ്റ്റംബർ 23 മുതൽ സെപ്റ്റംബർ 27 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട നാഷണൽ ന്യൂസ് അല്ലെങ്കിൽ ദേശീയ വാർത്തകളെക്കുറിച്ച് നോക്കാം. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഡിഫൻസ് ചെയർമാനായിട്ട് കൽരാജ് മിശ്ര ചുമതലയേറ്റു. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഡിഫൻസ് ചെയർമാനായിട്ട് കൽരാജ് മിശ്ര സ്ഥാനമേറ്റു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആരംഭിച്ച സ്റ്റേറ്റ് അരുണാചൽ പ്രദേശാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഏറ്റവും വലിയ ലഡാക്കി ഡാൻസ് എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ നെറോപ്പ ഫെസ്റ്റിവൽ നടന്നത് ലഡാക്കിലാണ്. ജമ്മു കാശ്മീരിലെ ലഡാക്കിലാണ് ഏറ്റവും വലിയ ലഡാക്കി ഡാൻസ് എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ള നെറോപ്പ ഫെസ്റ്റിവൽ നടന്നത്. ജമ്മു കാശ്മീരിലെ ലഡാക്കിൽ. ഭൂപൻ ഹസാരിക ആസ് എ ന്യൂ ഹിം എന്ന പുസ്തകം രചിച്ചത് കൽപ്പന ലാജ്മിയാണ്. എന്ന പുസ്തകം കൽപ്പന ലാജ്മിയുടെ പുറത്തിറങ്ങി. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പ് നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പ് നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ജാർഖണ്ഡിലെ റാഞ്ചിയിൽ വെച്ചാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നേപ്പാൾ ടൂറിസത്തിൻ്റെ ഗുഡ്വിൽ അംബാസഡറായിട്ട് നിയമിതനായത് ജയപ്രദയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമാ നടിയായിട്ടുള്ള ജയപ്രദയാണ് നേപ്പാൾ ടൂറിസത്തിൻ്റെ ഗുഡ്വിൽ അംബാസഡറായിട്ട് നിയമിതയായത്. ഇന്ത്യയുടെ ആദ്യത്തെ കോൾ ഗ്യാസിഫിക്കേഷൻ ഫെർട്ടിലൈസർ പ്ലാന്റ് നിലവിൽ വരുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിലെ താൽച്ചറാണ് ഇന്ത്യയുടെ ആദ്യത്തെ കോൾ ഗ്യാസിഫിക്കേഷൻ ഫെർട്ടിലൈസർ പ്ലാന്റ്. ഒഡീഷയിലുള്ള താൽച്ചറിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ കോൾ ഗ്യാസിഫിക്കേഷൻ ഫെർട്ടിലൈസർ പ്ലാന്റ് നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച 100ാമത്തെ എയർപോർട്ടാണ് നമ്മുടെ സിക്കിമിലെ പാക്യോങ് എയർപോർട്ട്. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച 100ാമത്തെ എയർപോർട്ടാണ് പാക്യോങ് എയർപോർട്ട്. ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ 100ാമത് വാർഷികത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പ്രസിഡന്റായിട്ടുള്ള രാംനാഥ് കോവിന്ദാണ്. ന്യൂഡൽഹിയിൽ വെച്ച് രാംനാഥ് കോവിന്ദാണ് ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ 100ാമത് വാർഷികത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാര സഭ രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. 1918 മഹാത്മാഗാന്ധിയാണ് ഭാരത് ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചത്. 1918 മഹാത്മാഗാന്ധിയാണ് ഭാരത് ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചത്. അമൃത് മിഷന്റെ കീഴിൽ നടന്ന ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് പ്രകാരം മികച്ച സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആന്ധ്രാപ്രദേശാണ്. അമൃത് മിഷന്റെ കീഴിൽ നടന്ന ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് പ്രകാരം മികച്ച സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആന്ധ്രാപ്രദേശാണ്. ഒഡീഷയും മധ്യപ്രദേശും യഥാക്രമം 2-3 സ്ഥാനങ്ങളിലാണ്. ഒഡീഷ 2ാമത്, മധ്യപ്രദേശ് 3ാമത്, 1ാമത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യ വിജയകരമായിട്ട് പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ പരീക്ഷിച്ചു. ഇതൊരു 2 ലെയർ ബലസ്റ്റിക് മിസൈൽ സിസ്റ്റമാണ്. ഉൾപ്പെടുന്ന ഇന്റർസെപ്റ്റർ മിസൈലാണ്. 2 ലെയർ ബലസ്റ്റിക് മിസൈൽ സിസ്റ്റം ഉൾപ്പെടുന്ന ഇന്റർസെപ്റ്റർ മിസൈലായിട്ടുള്ള പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഒഡീഷയിലെ വിയർ ഐലൻഡിൽ നിന്നാണ് ഇത് പരീക്ഷണം നടത്തിയത്.
ഒഡീഷയിലെ വീലർ ദ്വീപിൽ നിന്നാണ് ഇത് പരീക്ഷണം നടത്തിയത്. ഫേസ്ബുക്ക് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് വൈസ് പ്രസിഡന്റായിട്ട് അജിത് മോഹൻ സ്ഥാനമേറ്റു. ഫേസ്ബുക്ക് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് വൈസ് പ്രസിഡന്റായിട്ട് അജിത് മോഹൻ സ്ഥാനമേറ്റു. പുകയില ഉൽപ്പന്നങ്ങൾക്ക് ക്വിറ്റ്ലാൻഡ് നമ്പർ നൽകിയ ആദ്യത്തെ സാർക്ക് രാജ്യമാണ് ഇന്ത്യ. പുകയില ഉൽപ്പന്നങ്ങൾക്ക് ക്വിറ്റ്ലാൻഡ് നമ്പർ നൽകിയ ആദ്യത്തെ സാർക്ക് രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ബാങ്കിന്റെ പുതിയ MD ആൻഡ് CEO ആയിട്ട് പത്മജ ചുന്ദുരു സ്ഥാനമേറ്റു. ഇന്ത്യൻ ബാങ്കിന്റെ പുതിയ MD ആൻഡ് CEO ആയിട്ട് പത്മജ ചുന്ദുരു സ്ഥാനമേറ്റു. ന്യൂ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ അഥവാ NBA, ന്യൂ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ അഥവാ NBAയുടെ പുതിയ പ്രസിഡന്റായിട്ട് രജത് ശർമ്മ സ്ഥാനമേറ്റു. രജത് ശർമ്മ. വൈസ് പ്രസിഡന്റ് MV ശ്രേയസ് കുമാറാണ്. NBA പുതിയ വൈസ് പ്രസിഡന്റ് MV ശ്രേയസ് കുമാർ. പുതിയ പ്രസിഡന്റ് രജത് ശർമ്മ. NBA എന്ന് പറഞ്ഞാൽ ന്യൂ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ. ഹെൽസിബലിന്റെ പുതിയ പുസ്തകമായിട്ടുള്ള ഷെയ്ഡ്സ് ഓഫ് ട്രൂത്ത് എ ജേർണി ഡിറൈവ്ഡ് എന്ന പുസ്തകം പുറത്തിറങ്ങി. അടുത്തിടയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഹർഷ് വർദ്ധൻ ഉദ്ഘാടനം ചെയ്ത എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസാണ് വായു. WAYU വായു ആണ് അടുത്തിടയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായിട്ടുള്ള ഹർഷ് വർദ്ധൻ ഉദ്ഘാടനം ചെയ്ത എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസ്. WAU വായു എന്ന് പറഞ്ഞാൽ വിൻഡ് ഓഗ്മെന്റേഷൻ പ്യൂരിഫൈയിങ് യൂണിറ്റ് എന്നുള്ളതാണ്. വിൻഡ് ഓഗ്മെന്റേഷൻ പ്യൂരിഫൈയിങ് യൂണിറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ ന്യൂട്രൽ ഹോസ്റ്റൽ നിലവിൽ വന്ന ക്യാമ്പസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണ്. മുംബൈയിലുള്ള ടിസിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റൽ നിലവിൽ വന്നത്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റൽ നിലവിൽ വന്ന ക്യാമ്പസ് ടിസ് ആണ്. മുംബൈയിലെ ടിസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റൽ നിലവിൽ വന്നത്. സ്മാർട്ട് സിറ്റി എക്സ്പോ ഇന്ത്യയുടെ 2018 വേദി ജയ്പൂരാണ്. ജയ്പൂരിലാണ് സ്മാർട്ട് സിറ്റി എക്സ്പോ 2018 വേദി. ഉദ്ഘാടനം ചെയ്തത് വെങ്കയ്യ നായിഡുവാണ്. സ്മാർട്ട് സിറ്റി എക്സ്പോ 2018 വേദി ജയ്പൂർ ഉദ്ഘാടനം ചെയ്തത് വെങ്കയ്യ നായിഡു. ബാർക്ലേസ് ഹ്യൂറൻ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2018 ഒന്നാമതെത്തിയത് മുകേഷ് അംബാനിയാണ്. ഏറ്റവും കൂടുതൽ ധനികരിൽ ബാർക്ലേസ് ഹ്യൂറൻ ഇന്ത്യ ലിസ്റ്റ് പ്രകാരം വീണ്ടും ഒന്നാമതെത്തിയത് മുകേഷ് അംബാനിയാണ്. മുകേഷ് അംബാനി തുടർച്ചയായിട്ടുള്ള 7ാമത്തെ പ്രാവശ്യമാണ് മുകേഷ് അംബാനി സ്ഥാനം നേടുന്നത്. ബാർക്ലേസ് ഹ്യൂറൻ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2018 ഒന്നാമതെത്തിയത് നമ്മുടെ മുകേഷ് അംബാനിയാണ്. അടുത്തിടയ്ക്ക് ജനങ്ങളുടെ ധനകാര്യ ഇടപാടുകൾ സുഗമമാക്കുന്നതിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഫിനാൻഷ്യൽ സർവീസ് ലൊക്കേറ്റർ ആപ്പാണ് ജൻധൻ ദർശക്. അടുത്തിടയ്ക്ക് ജനങ്ങളുടെ ധനകാര്യ ഇടപാടുകൾ സുഗമമാക്കുന്നതിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഫിനാൻഷ്യൽ സർവീസ് ലൊക്കേറ്റർ ആപ്പാണ് ജൻധൻ ദർശക്. ജൻധൻ ദർശക്. ഇന്റർനാഷണൽ സോളാർ അലിയൻസിന്റെ പ്രഥമ ജനറൽ അസംബ്ലി വേദി ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ ഇന്റർനാഷണൽ സോളാർ അലിയൻസിന്റെ വേദി. ന്യൂഡൽഹി. ഇന്ത്യൻ ക്യൂലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് തിരുപ്പതിയിലാണ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലാണ് ഇന്ത്യൻ ക്യൂലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത്. ആന്ധ്രാപ്രദേശിലാണ് എവിടെ? തിരുപ്പതിയിൽ. ഉദ്ഘാടനം ചെയ്തത് വെങ്കയ്യ നായിഡു. വെങ്കയ്യ നായിഡുവാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത്രയുമായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ. ഇനി നമുക്ക് പോയ വാരത്തിലെ പ്രധാനപ്പെട്ട തദ്ദേശീയമായിട്ടുള്ള വാർത്ത നോക്കാം. കേരളത്തിലുണ്ടായ നിപ്പ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന മലയാള സിനിമയാണ് വൈറസ്. ആഷി കപൂർ സംവിധാനം ചെയ്ത വൈറസാണ് കേരളത്തിലുണ്ടായ നിപ്പ ബാധയെക്കുറിച്ച് ഇറങ്ങുന്ന ചിത്രം വൈറസ്. സംസ്ഥാന സ്കൂൾ കലോത്സവം ആലപ്പുഴയിൽ നടത്താൻ തീരുമാനിച്ചു. 2018 സംസ്ഥാന സ്കൂൾ കലോത്സവം ആലപ്പുഴയിൽ നടത്താൻ തീരുമാനിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം 2018 ആലപ്പുഴയാണ്. ഇനി പോയ വാരത്തിൽ പ്രധാനപ്പെട്ട സ്പോർട്സ് ന്യൂസുകളെ കുറിച്ച് നോക്കാം. ദോഹയിൽ വെച്ച് നടന്ന ഏഷ്യൻ ടീം സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് 2018 വിജയികൾ പാകിസ്ഥാനാണ്. ഇന്ത്യയെ പരാജയപ്പെടുത്തി പാകിസ്ഥാനാണ് ദോഹയിൽ വെച്ച് നടന്ന ഏഷ്യൻ ടീം സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 2018 ഏഷ്യൻ ടീം സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയത് പാകിസ്ഥാൻ, പരാജയപ്പെടുത്തിയത് ഇന്ത്യയെ. 2018 ദേശീയ സീനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കർണാടകയാണ്. 2018 ദേശീയ സീനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കർണാടകയാണ്. കേരളത്തിന് 7ാം സ്ഥാനമാണുള്ളത്. കേരളത്തിന് 7ാം സ്ഥാനമാണുള്ളത്. ദേശീയ സീനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിലെ മികച്ച പുരുഷതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി സാജൻ പ്രകാശാണ്. മികച്ച പുരുഷതാരം സാജൻ പ്രകാശ്. ദേശീയ സീനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് മികച്ച പുരുഷതാരം സാജൻ പ്രകാശ്. മികച്ച വനിതാ താരം സലോണി ദലാൽ. സലോണി ദലാലാണ് മികച്ച ദേശീയ സീനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിലെ മികച്ച വനിതാ താരം. ലോക ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ബ്ലൈൻഡ് ചെസ് പ്ലെയർ എന്ന നേട്ടം കൈവരിച്ചത് വൈശാലി നരേന്ദ്ര സാൽവക്കറാണ്.
വൈശാലി നരേന്ദ്ര സാൽവാക്കറാണ് ലോക ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ബ്ലൈൻഡ് ചെസ് പ്ലെയർ എന്ന നേട്ടം കൈവരിച്ചത്. വൈശാലി നരേന്ദ്ര സാൽവാക്കർ. 2018 ചൈന ഓപ്പൺ ബാഡ്മിൻ്റണിൽ പുരുഷ വിഭാഗം വിജയി ആന്റണി സിനാസ്ക ജിൻഡിനിയാണ്. ഇന്തോനേഷ്യയുടെ ആന്റണി സിനാസ്ക ജിൻഡിനിയാണ് 2018 ചൈന ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ വിഭാഗം വിജയി. വനിതാ വിഭാഗത്തിൽ കരോളിന മാരിൻ, സ്പെയിൻ്റെ കരോളിന മാരിനാണ് കപ്പ് നേടിയത്. കരോളിന മാരിൻ. ബെർലിൻ മാരത്തോൺ 2 മണിക്കൂർ 1 മിനിറ്റ് 34 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയ ലോക റെക്കോർഡ് നേടിയ താരമാണ് കെനിയയുടെ എലിയൂദ് ചോയെ. കെനിയയുടെ എലിയൂഡ് കിപ്ചോയാണ് ബെർലിൻ മാരത്തോൺ 2 മണിക്കൂർ 1 മിനിറ്റ് 32 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയത്. എലിയൂദ് കിപ്ചോയെ കെനിയയുടെ താരമാണ്. ഇതൊക്കെ പോയ വാരത്തിൽ പ്രധാനപ്പെട്ട അവാർഡ്സിനെ കുറിച്ച് നോക്കാം. 91ാമത് ഓസ്കാർ അവാർഡ് 2019 ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് ആസാമീസ് ചിത്രമായിട്ടാണ് വില്ലേജ് റോക്ക് സ്റ്റാർസ് തിരഞ്ഞെടുത്തു. 91ാമത് ഓസ്കാർ അവാർഡ് 2019 ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് ആസാമീസ് ചിത്രമായിട്ടുള്ള വില്ലേജ് റോക്ക് സ്റ്റാർസ് തിരഞ്ഞെടുത്തു. 2018 ഫിഫ അവാർഡ്സ് പ്രഖ്യാപിച്ചു. ബെസ്റ്റ് മെൻസ് പ്ലെയർ മികച്ച പുരുഷ താരം ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചാണ്. മികച്ച വനിതാ താരം ബ്രസീലിൻ്റെ മാർത്ത ഉയ്യേറ ഡെ സിൽവയാണ്. മികച്ച 2018 വനിതാ താരം. ഫിഫ വനിതാ താരം. പുരുഷ താരം ലൂക്ക മോഡ്രിച്ച്, വനിതാ താരം മാർത്ത വിയേറ ഡി സിൽവ. മലയാള കാവ്യ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ബാലാമണിയമ്മ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി നേടി. മലയാള കാവ്യ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ബാലാമണിയമ്മ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി നേടി. 2018 നാൻസൺ റെഫ്യൂജി അവാർഡ് നേടിയത് ഡോക്ടർ ഈവൻ ആറ്റർ അദാഹയാണ്. 2018 നാൻസൺ റെഫ്യൂജി അവാർഡ് നേടിയത് ഡോക്ടർ ഈവൻ അഡാഹയാണ്. ഇന്റർനാഷണൽ റോയൽ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ് റോസ്പ ROSPA ഇന്റർനാഷണൽ റോയൽ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ മെട്രോയാണ് ലക്നൗ മെട്രോയ്ക്കാണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ റോയൽ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ് അവാർഡ് നേടിയത്. റോസ്പ അവാർഡ് നേടിയത് ലക്നൗ മെട്രോ. 2018 വയലാർ അവാർഡ് KV മോഹൻകുമാർ ലഭിച്ചു. 42ാമത് വയലാർ അവാർഡ് 2018 KV മോഹൻകുമാറിനാണ് ലഭിച്ചത്. KV മോഹൻകുമാർ അദ്ദേഹത്തിൻ്റെ ഉഷ്ണരാശി എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് 2018 വെയ്റ്റ് ലിഫ്റ്റിങ്ങിലുള്ള മീരാഭായ് ചാനുവിനും ക്രിക്കറ്റിൽ നിന്നും വിരാട് കോഹ്ലിക്കും ലഭിച്ചു. 2018 രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ലഭിച്ചത് ക്രിക്കറ്റിലെ വിരാട് കോഹ്ലിക്കും വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ നിന്നും മീരാഭായ് ചാനുവിനാണ് ലഭിച്ചത്. വിരാട് കോഹ്ലി. ഇത്രയുമായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ. ഇനി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പ്രമുഖനായിരുന്നു ബിശ്വനാഥ് ദത്ത്. മുൻ BCCI പ്രസിഡന്റായിരുന്ന ബിശ്വനാഥ് ദത്ത് നമ്മളിൽ നിന്നും വേർപിരിച്ചു. ഇത്രയുമായിരുന്നു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വാർത്തകൾ. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ മുടങ്ങാതെ ലഭിക്കാനായിട്ട് താഴെ കാണാൻ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യാൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. അതുപോലെ ക്ലാസ്സുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് ക്ലാസ്സുകൾ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാത്തവരോട് കുട്ടികൾക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പം ലഭിക്കാത്തത്. അതുപോലെ നമ്മുടെ ഇത്തരത്തിൽ ക്ലാസ്സുകൾ കൂടുതൽ കാണുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനുമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും അവിടുന്ന് ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നതാണ്. സോ അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ സുനിൽ. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും വിഷസ്. ജയ് ഹിന്ദ്. വന്ദേ മാതരം.